ഹലോ നമസ്കാരം. ഇന്നത്തെ കേക്ക് ഞാൻ ചെയ്തിട്ടുള്ളത് അശ്വതിക്ക് വേണ്ടിയിട്ടാണ്. അശ്വതിയുടെ വളഞ്ഞമ്പലം SBIയിലെ സ്റ്റാഫാണ്. അശ്വതിക്ക് വേണ്ടി മുമ്പ് കേക്ക് കീഷൊക്കെ ചെയ്തിട്ടുണ്ട്. ഇത് അശ്വതിയുടെ മോൻ്റെ ആഗ്രഹപ്രകാരം ചെയ്യുന്ന കേക്കാണ്. മോൻ്റെ ബർത്ത്ഡേക്ക് കാൻഡീഡ് പീനട്ട് ഫ്ലേവറിൽ. സംഭവം എന്താ വെച്ചാൽ ആൾ മാസ്റ്റർ ഷെഫിൻ്റെ ആരാധകനാണെന്ന് തോന്നുന്നു. അതിൽ ഒരു കേക്ക് ഇതുപോലെ കണ്ടപ്പോൾ അത് വേണം അത്രേ ബർത്ത്ഡേക്ക്. ഹൈ എക്സ്പെക്റ്റേഷനിലാണ് ഈ കേക്ക് ആൾ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എക്സ്പെക്റ്റേഷൻ മീറ്റ് ചെയ്യാൻ പറ്റുമെന്നൊന്നും എനിക്ക് ഒരു ഉറപ്പും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഫീഡ്ബാക്ക് വന്നപ്പോഴാണ് ശരിക്കും പറഞ്ഞ സമാധാനമായത്. ഈ എക്സ്പെക്റ്റേഷനും റിയാലിറ്റിയും തമ്മിൽ പലപ്പോഴും ഒരു ബന്ധം ഉണ്ടാവില്ലല്ലോ. അങ്ങനെ ഒരു ബന്ധമില്ലായ്കയുടെ കഥയാണെന്ന് പറയാനുള്ളത്. പണ്ട് എന്ന് വെച്ചാൽ നമ്മളൊക്കെ നല്ല ഫ്ലറിഷ് ചെയ്ത് നിൽക്കുന്ന കാലത്ത് ആ സമയത്ത് TV-യിൽ സ്ഥിരമായിട്ട് കുറച്ച് പാട്ടുകൾ വരാറുണ്ട്. ഒരു അപ്കമിങ് ഹിന്ദി മൂവിയുടെ MTV-യിലൊക്കെ എപ്പോഴും കാണാം. അപ്പോൾ അത് കണ്ട് നമ്മളിങ്ങനെ കാത്തിരിക്കുകയാണ് കേട്ടോ ആ സിനിമയ്ക്ക് വേണ്ടിയിട്ട്. സിനിമയിലെ ആക്ടേഴ്സും നമുക്ക് അത്ര ഫെമിലിയർ അല്ല. അവരൊക്കെ പല ആഡ്സിൽ കണ്ടിട്ട് പരിചയമുണ്ട്. മോഡൽസാണ് കൂടുതലും. ജയ്സൽമീർ എന്നൊക്കെ എടുത്ത് കുറേ സോങ്സൊക്കെ ഉണ്ട്. ഒരു രക്ഷയില്ലാത്ത പിക്ചറൈസേഷനാണ്. അപ്പോൾ അങ്ങനെ വെയിറ്റിംഗ് ആണ് കേട്ടോ. എന്നിട്ട് അന്ന് കാലിക്കറ്റ് കോറനേഷനിലേക്കോ ഡേവിസണിലേക്കോ എവിടേക്കൊക്കെയോ ഞാനൊക്കെ വിളിച്ച് ചോദിക്കുന്നുണ്ട് ഈ സിനിമ എപ്പോഴാണ് ഇറങ്ങുക, ഇത് എപ്പോഴാണ് വരുന്നതെന്നുള്ളത്. അന്ന് വേറെ വഴിയില്ല. അപ്പം ഇറങ്ങണ അന്ന് തന്നെ പോയി കാണണം എന്നുള്ള ആ വ്യഗ്രതയിലെ എല്ലായിടത്തും വിളിച്ച് ചോദിക്കുകയാണ്. തിയേറ്ററുകാർ മിക്കവാറും ഞെട്ടിക്കാണും. ഇതുപോലൊരു സിനിമ വരാനുണ്ടോ, ഇങ്ങനെ ആൾക്കാർ വിളിച്ച് ചോദിക്കണു. എന്താണെങ്കിലും നല്ല കളക്ഷനിലൊരു സിനിമ ഇറങ്ങാനുള്ള പ്രതീക്ഷയിലായിരിക്കും അവർ ഇരുന്നിട്ടുണ്ടാവുക. അതുമാതിരി വിളിയല്ലേ. ഇടയ്ക്കിടയ്ക്ക് വിളിച്ചിട്ടുണ്ട് ഒരേ തിയേറ്ററിൽ തന്നെ, എന്നാ വരണേ ചോദിച്ചിട്ട്. അങ്ങനെ ഞങ്ങൾ കാത്തിരുന്ന സിനിമ റിലീസായി. എന്തൊരു എക്സൈറ്റ്മെൻ്റ് ആയിരുന്നേ എൻ്റെ ദൈവമേ. അങ്ങനെ അന്ന് ബുക്കിംഗ് ഒന്നുമില്ല. ഞങ്ങൾ തീരുമാനിച്ചു ഉച്ചയ്ക്കുള്ള ഷോയ്ക്ക് പോകാമെന്ന്. അങ്ങനെ വളരെ പ്രതീക്ഷയോടെ തിയേറ്ററിൽ എത്തി നോക്കുമ്പം 5-6 ആണുങ്ങളും 2-3 പെണ്ണുങ്ങളും അവിടെ ഇവിടെയൊക്കെ ആയിട്ടുണ്ട്. നമ്മുടെ പ്രായത്തിൽ, അതായത് യൂത്തന്മാരായിട്ടുള്ള ആൾക്കാരൊന്നും അവിടെ കാണുന്നില്ല. എന്നാലും കുഴപ്പമില്ല, സിനിമ കാണുക എന്നുള്ളത് നമ്മുടെ ആവശ്യം. അങ്ങനെ ഞങ്ങൾ തിയേറ്ററിലേക്ക് വളരെ പ്രതീക്ഷയോടുകൂടി കയറുമ്പോൾ തന്നെ എന്തോ പന്തികേട് കേട്ടോ. കാലിയാണ് തിയേറ്റർ. അങ്ങനെ നോക്കുമ്പം എല്ലാവരും പെയറായിട്ട് അവിടെ ഇവിടെയൊക്കെ ഇരിക്കുന്നുണ്ട്. സിനിമ തുടങ്ങി കുറച്ച് കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ ഒരാൾ വന്നിട്ട് ഞങ്ങളുടെ തൊട്ടടുത്ത സീറ്റിലങ്ങോട്ട് ഇരുന്നു. ഇത്രയും സീറ്റ് കാലിയായി കിടക്കുമ്പോൾ ഞങ്ങളുടെ തൊട്ടടുത്ത് വന്നിട്ട് ഇരിക്കുക എന്ന് പറഞ്ഞാൽ ശരിക്കും പേടിച്ചു പോയി, വിറച്ചു എന്ന് പറഞ്ഞാൽ മതി. 2 സെക്കൻഡായി ഇരിപ്പ് ഞങ്ങൾ ഇരുന്നിട്ടുണ്ടാവും. പെട്ടെന്ന് പിന്നെ അവിടെ നിന്ന് ചാടി എണീറ്റ് ഫ്രണ്ടിൽ എവിടെയുള്ള സീറ്റിൽ അങ്ങോട്ട് പോയിരുന്നു കേട്ടോ ഞങ്ങൾ. അപ്പോഴാണ് കാര്യങ്ങളുടെ കിടപ്പ് മനസ്സിലാവണത്. ഇത് കാണാൻ വന്ന ആൾക്കാരല്ല, വേറെ എന്തൊക്കെയോ പരിപാടിയായിട്ട് വന്നിട്ടുള്ള ആൾക്കാരായിരുന്നു അത്. അതിനുള്ള സമയമായിരുന്നു അത്. ആ സിനിമ മുഴുവനായിട്ട് ഞങ്ങൾ അവിടെ ഇരുന്ന് കണ്ടോന്ന് ഇപ്പോഴും ഓർമ്മയില്ല കേട്ടോ. അതുമാതിരി പേടിച്ചിട്ടുണ്ടായിരുന്നത്. ബാക്കി നമ്മൾ TV-യിൽ വന്നപ്പോഴേ കണ്ടു തോന്നുന്നു. സിനിമയുടെ കാര്യം പറഞ്ഞാൽ ഒരു ഗുണമില്ലാത്ത സിനിമ. പാട്ട് മാത്രമേ ഉള്ളൂ കേട്ടോ അതിൽ കാര്യമായിട്ട്. പക്ഷേ കിട്ടിയ അനുഭവം അത് മറക്കാൻ പറ്റണില്ല.